കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ പല ദേശങ്ങളിലായിരിക്കുന്ന നമ്മൾക്ക്, പല ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് ഒരുമിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുവല്ല, നമ്മൾ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുക. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. പക്ഷെ അതിനുള്ള മനസ്സും കൂടി നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വളരെ ശക്തമാകുന്ന നിലകളിൽ രാത്രിയിലും രാവിലെയും എല്ലാം ഉണർന്ന ഈ ഒരു മീറ്റിങ്ങിനെ ഓർത്ത് ഞാൻ ഉറങ്ങിയില്ല. ശരിക്കും പറഞ്ഞു, 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ വേഗത്തിൽ ഉണർന്ന് ഇന്നത്തെ ഒരു ശുശ്രൂഷ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചത്, ഒരു സിംഗപ്പൂർ രാജ്യത്തെ അല്ലെങ്കിൽ സിംഗപ്പൂരിനെ നമ്മൾ എന്ത് ചെയ്യുക, നേടാൻ പോകുക. ഹല്ലേലൂയ. യെസ്, സിംഗപ്പൂരിനെ നമ്മൾ നേടാൻ പോകുക. അതാണ് ഞാൻ പ്രാർത്ഥിച്ചത് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വളരെ ശക്തമായി ഇതുവരെയും ഒന്നും കർത്താവിന് ഒരു സാന്നിധ്യം ഞാൻ അനുഭവപ്പെട്ടില്ല. പക്ഷെ ഇപ്പൊ അതിന്റെ ആ ഒരു സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ദാസി പരിചയപ്പെടുത്തിയതുപോലെ ആമേൻ. കർത്താവേ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും ഒക്കെ ആമേൻ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. എങ്കിലും എല്ലാം കർത്താവിന്റെ ഹിതം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനും 4 വർഷം സിംഗപ്പൂരിലായിട്ടുണ്ട്. അവിടെ എല്ലാം നടന്ന് തിരുവചനം എടുത്തുകൊണ്ട് നടന്ന് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആദാസി താമസിക്കുന്ന സ്ഥലങ്ങളും ഞങ്ങൾ സേങ്കാങ് എന്നുള്ള സ്ഥലത്തായിരുന്നു ഞാൻ പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. അവിടെയുള്ള ഏതെല്ലാം സ്ഥലത്ത് ആ സ്ഥലത്തെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലാ വരുന്നത്, കണ്ണുനീരാ വരുന്നത്. ഹല്ലേലൂയ. അവിടെ എല്ലാം ഞാൻ പറയുന്നു, എന്റെ കണ്ണുനീരെല്ലാം ആ സ്ഥലത്തുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ഈ സിംഗപ്പൂരിന്റെ ഈ ഒരു മീറ്റിംഗിൽ കൂടി തന്നെ ഒന്നും കൂടി ഒന്ന് കർത്താവ് റൗണ്ട് ചെയ്തത്. ഹല്ലേലൂയ. അതെ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവം. നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ, അത് കർത്താവ് സാധിപ്പിച്ചു തരും. അത് സാധിപ്പിക്കും. ഇന്ന് വെറുതെ ആരും വന്നിട്ട് മടങ്ങിപ്പോകരുത്. ഒരു വലിയ ദൈവ സാന്നിധ്യം പ്രാപിച്ചു തന്നെ മടങ്ങിപ്പോകണം. ഒരു ദൈവകൃപ പ്രാപിച്ചു മടങ്ങി. ഇതുവരെയും നമ്മൾ ആയിരുന്നിടത്തു നിന്നും ഒന്ന് എഴുന്നേറ്റ് ആമേൻ, അല്പം ഒന്ന് എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി ഒന്ന് പോരാടാൻ തയ്യാറാണെങ്കിൽ ഇന്ന് കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഞാൻ വേഗത്തിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് തന്നെ എന്റെ പരിശുദ്ധ വേഗത്തിൽ എന്നെ അങ്ങ് നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. അതെ, നമുക്ക് ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. സെയീർ പർവ്വതം വഴിയായി ഹോരേബിൽ നിന്നും കാദേശ് ബർന്നയിലേക്ക് 11 ദിവസത്തെ വഴിയുണ്ട്. 40-ാം സംവത്സരം 11-ാം തീയതി 1-ാം തീയതി മോശ ഇസ്രായേൽ മക്കളോട് യഹോവ അവർക്ക് വേണ്ടി തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ആവർത്തന പുസ്തകം നമ്മൾ വായിച്ചത് സെയീർ പർവ്വതം വഴിയായി അവിടെ ഒരു പുറപ്പാടിന്റെ ഇസ്രായേൽ ജനത്തെ അടിമകളിലേക്ക് കടന്ന ഇസ്രായേൽ ജനത്തിന്റെ ഇത് ഞാൻ പറഞ്ഞ ദൈവമക്കളെ ഞാൻ ചുമ്മാ അതൊന്ന് റെഫർ ചെയ്ത് വെച്ചതേ ഉള്ളൂ. വലിയ എനിക്കറിയില്ല, പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് കേട്ടോ. നമ്മളൊന്നും അല്ല. നമ്മൾ ഇന്നൊരു വലിയൊരു മെസ്സേജ് കേട്ടിട്ട് മാർക്കിട്ട് പോകാൻ ഇരിക്കരുത്. യഹോവയായ ദൈവം, ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുന്നത്, യഹോവയായ ദൈവത്തിന്റെ വാക്ക് നമ്മുടെ എങ്ങനെ ജനത്തോട് നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. മോശയോട് കൽപ്പിക്കുകയാണ്, നീ ജനത്തോട് ഇത് പറയണം. ഹല്ലേലൂയ. നമ്മളെല്ലാം ഒരു കർത്താവ് നമ്മളെ പല സ്ഥലങ്ങളിൽ, നമ്മളിപ്പോ ഈ ഭവനത്തിലൊക്കെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരു മനുഷ്യരും അറിയാതിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആർക്കും എന്നെ അറിയത്തില്ലായിരുന്നു. ഈ കർത്താവിന് മാത്രമേ എന്നെ അറിയത്തുള്ളായിരുന്നു. ഹല്ലേലൂയ. എന്റെ വിഷയങ്ങളിൽ കണ്ണുനീരോടെ ഒരു 4 വർഷമോളമായി ഞാൻ എന്റെ ഭവനത്തിൽ ഇരുന്ന് കണ്ണുനീരോടെ ഇരുന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, ഒരു ദർശനമുണ്ട്. നീ വചനം സത്യം, ഇത് നീ എല്ലാവരോടും പറയണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എന്താ പറയട്ടെ, ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ജോലി ചെയ്തുകൊണ്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്, ഒരു ജോലിക്കാരിയായിരുന്നു. ഹല്ലേലൂയ. സുവിശേഷ വേല തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഞാൻ ഓർക്കുന്നു, സുവിശേഷ വേല ചെയ്യണം. ഹല്ലേലൂയ. എന്നാലും ഒരു സൈഡ് ഒരു ചെറിയൊരു ജോലി കൂടെ ചെയ്തുകൊണ്ട് വേല ചെയ്യാം എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്.
അതേ സാഹചര്യം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, എന്നാൽ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ആരെങ്കിലും സഹായിക്കാൻ എപ്പോഴും ഓരോരുത്തരുടെ കരങ്ങളിലേക്ക് ചെന്ന് ചോദിക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ പ്രൈസ്. അതുകൊണ്ടൊക്കെ ഞാനൊരു ജോലിയൊക്കെ ചെയ്ത് അതിൽ കൂടി തന്നെ ഹോസ്പിറ്റലൊക്കെ അല്ലേ, ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ പോകാമല്ലോ, ഇതൊക്കെയായിരുന്നു എന്റെ മൈൻഡ്. ഹല്ലേലൂയ പ്രൈസ്. എന്നാല് സ്തോത്രം, പല സ്ഥലങ്ങളിൽ ഈ സിംഗപ്പൂരിലും ഒക്കെ ഞാൻ പോയപ്പോഴും ദൈവാത്മാവിനെ ശക്തമായി നീ വേഗം നാട്ടിലേക്ക് പോണം, വേഗം നാട്ടിലേക്ക് പോണം. എന്നെ ഒരു 2015 ഞാൻ അവിടേക്ക് വന്നത്. 2019 ആമേൻ ജനുവരി മാസം തൊട്ട് എന്നോട് പറഞ്ഞു, നീ വേഗത്തിൽ ഇവിടുന്ന് ജൂൺ മാസത്തിൽ പോയിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും കർത്താവെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇല്ലാതൊക്കെ എങ്ങനെയാ പോകുന്നത്, ഞാൻ ഒരു 6 മാസം കൂടെ ഞാൻ നിന്നോട്ടെ, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോ ഞാൻ പോയിക്കൊള്ളാം. അങ്ങനെ 2019 ഡിസംബർ മാസം ഞാൻ അവിടെ നിന്ന് പോരാനിടയാ തീർന്നു. അവിടെ വന്നപ്പോ ഞാൻ പറയും, ഞാൻ 6 മാസം ഞാൻ ദൈവത്തോട് ചോദിക്കാം, കർത്താവേ ഞാൻ ഈ സിംഗപ്പൂർ വിട്ട് ഞാൻ ഇനി എങ്ങോട്ടാ, അടുത്തത് എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ എന്നോട് ദൈവത്തിന് നേരത്തെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, നീ വടക്കേന്ത്യയിലേക്ക് പോകും, വടക്കേന്ത്യയിൽ പോയിട്ട് അവിടെ നിന്ന് നിന്നെ ഞാൻ ഉയർത്തും എന്നൊരു ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം പെട്ടെന്ന് ആ കാര്യം എന്റെ മനസ്സിലേക്ക് ചിന്തിച്ചു. അതെ, എനിക്ക് വടക്കേന്ത്യയിലേക്ക് പോകണമെന്നാണല്ലോ കർത്താവിനോട് അന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഞാൻ ഈ വടക്കേന്ത്യയൊക്കെ അങ്ങ് ശരിക്കും പറഞ്ഞാൽ വെറുത്ത ഒരു ദേശമായിരുന്നു. ഞങ്ങൾ ആ വിവാഹം കഴിഞ്ഞു വന്ന് 1999 തൊട്ട് ഒരു 10 വർഷത്തോളം ഞാൻ ഈ വടക്കേന്ത്യ കടന്ന് കഷ്ടപ്പെട്ടു. ഒത്തിരി കണ്ണുനീരും പട്ടിണിയും വിലാപം, ഒത്തിരി കണ്ണുനീരൊഴിക്കുന്നത്. പക്ഷെ എനിക്ക് ഒത്തിരി വേദനകൾ ഉണ്ടായ ദേശമാണ് ഈ വടക്കേന്ത്യ ദേശം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞ് കമ്പൊഴിച്ചിട്ടിട്ട് പോയ ഒരു ദേശമാണ്. പക്ഷെ കർത്താവ് പറയാണ്, നീ എന്നെ വടക്കേന്ത്യയിലേക്ക് ഞാൻ നിന്നെ പറഞ്ഞു വിടും, അവിടെ നിന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ള ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഞാൻ ഈ 6 മാസത്തിനുള്ളിൽ ദൈവത്തോട് വെച്ച്, കർത്താവ് ഞാൻ എങ്ങോട്ടാ വന്നത്, എനിക്കിവിടെ പരിചയം എന്തുവാ, എനിക്ക് എങ്ങോട്ടാ ഞാൻ പോകണ്ടേ? അങ്ങനെ എന്റെ സഹോദരങ്ങൾ മൂലം എനിക്ക് ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞ 2020 മുതൽ ഈ 25 വർഷം വരെയും ഈ ദേശത്ത് ആയിരിക്കാൻ കർത്താവിനെ സഹായിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ച എന്താ, എനിക്ക് അവിടെ നിന്ന് ഒരു ജോലിയൊക്കെ ചെയ്ത് ഇവിടെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൽ ഞാൻ ജോലിക്ക് ചേർന്നു. ലാബ് ടെക്നീഷ്യൻ ആയിട്ട് തന്നെ ഞാൻ ജോലി ചെയ്തു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വേഗത്തിൽ എനിക്കൊരു ബിപിയുടെ ഒരു പ്രശ്നം കയറി വന്നു. ഹല്ലേലൂയ. പക്ഷെ ഞാൻ വേഗത്തിൽ അങ്ങ് ഞാൻ താഴെ വീണു. ഹല്ലേലൂയ. ഇവരെ എന്റെ അടുത്തുള്ള ഒരു ദേവദാസൻ ഫാമിലി ഉണ്ട്. ഇവരെല്ലാം കൂടെ എന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിയുമ്പോ തന്നെ എന്റെ എല്ലാം, എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. ഞാനൊരു മരിച്ച ഒരു അവസ്ഥയായിട്ടാണ് എന്നെ ഇവര് ഹോസ്പിറ്റൽ, ഞാൻ ഒന്നും അറിയുന്നില്ല. പിന്നെ എനിക്ക് ഒരു വിവരവും ഇല്ല. അവിടെ എന്നെ കൊണ്ട് ചെന്ന് കയറിയപ്പോ സ്ട്രക്ചറിൽ അടക്കിയപ്പോ എന്റെ കാലിന് ഇച്ചിരി ഇങ്ങനെ ജീവൻ കയറി വരിക. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തു, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയല്ലോ, എനിക്ക് കർത്താവ് നീ നോർമൽ നൽകി തരട്ടെ. ഞാൻ അവിടെ നിന്നുകൊണ്ട് സുവിശേഷം പറയുന്നത് പോലെ പിന്നെ എനിക്കങ്ങ് പറയാം, ഇവരോട് കേൾക്ക്, കർത്താവ് ഒന്ന് മഹത്വമുള്ളവനാന്ന് പറയണം, എന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് എല്ലാവരോടും ഒക്കെ ഒന്ന് പറയണം. അപ്പൊ നമുക്ക് ആത്മീയ സ്പിരിച്വലിക്കാൻ ഇങ്ങനെ നിൽക്കുക. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു, കർത്താവ് एकदम नॉर्मल ആകട്ടെ, യേശുവിന്റെ നാമത്തിൽ एकदम नॉर्मल आने दो, ऐसे हिंदी में बोल रहे हैं, मैं हिंदू मेरे एकदम नॉर्मल आने दो, 120/80 नॉर्मल आने दो, ऐसे ही मैंने फोन ऐसे हम प्रार्थना कर रहे हैं. तब എന്ത് ചെയ്തെന്നറിയാം? ഹല്ലേലൂയ. എനിക്ക് അറിയത്തില്ല, ദൈവം എനിക്കൊരു ദർശനം തന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അന്നേരം ഓർത്ത്, ഈ രോഗമൊക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഈ വചനമൊക്കെ പോട്ടെ, എനിക്കെന്തോ ഒരു പിന്നെ ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നത്. ഈ വചനം എല്ലാം കൂടെ തലമണ്ടയിൽ കയറിയിട്ട് ഞാൻ എന്തോ ഒരു ഭ്രാന്തിയായി മാറിയെന്നാ തോന്നുന്നത്. എനിക്ക് അബ്നോർമൽ ഒരു പേഷ്യന്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് അടുത്ത് വന്നിട്ട് പറയാ, ഈ വചനം സത്യം, ഈ വചനം സത്യം, ഇത് നീ എല്ലാവരോടും പറയണം. ഹല്ലേലൂയ. അതെ എന്ന് പറഞ്ഞു, ഈ വചനം സത്യം, ഈ വചനം വിശ്വാസയോഗ്യമായ ഈ വചനം നീ എല്ലാവരോടും പറയണം. ഹല്ലേലൂയ. അതെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഒരു ദർശനം ഇങ്ങനെ ദൈവം വെളിപ്പെടുത്തി, അപ്പോയിന്റ്മെന്റ് ഡോക്ടർ, അങ്ങനെ 3 പ്രാവശ്യം അപ്പോയിന്റ്മെന്റ് ചെയ്തുകൊണ്ടുള്ള എന്തോ ഒരു ഓർഡർ ലഭിച്ചു. ഇതങ്ങ് കാറി. ഇത് കഴിഞ്ഞപ്പോ തൊട്ട് എനിക്കങ്ങ് എന്റെ ജോലി ചെയ്യുന്നതിൽ എനിക്കൊരു കോൺസെൻട്രേഷൻ ഇല്ല. ദൈവമക്കളെ, അത് ഞാൻ എന്ത് ചെയ്യുന്ന, ഞാൻ എന്നിട്ടും ഞാൻ പിന്നെ ഒരു 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു. കർത്താവ്, ഞാൻ ജോലി തുടരണമോ അതോ എന്തവാ, എങ്ങനെ എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞ് പിന്നെ പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നു, ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ആ 21 ദിവസത്തെ പ്രാർത്ഥനയെല്ലാം എടുക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടും. ജോലി ഞാൻ ചെയ്യാൻ ഒട്ടും എനിക്ക് മനസ്സില്ല. ആമേൻ സ്തോത്രം. അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരും എനിക്ക് നേരെ, അവർക്കും വലിയ കുഴപ്പമില്ല, അവര് നമ്മളെ അങ്ങ് മാറ്റി വിടുന്നു, താഴേക്കടയിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവം എന്തൊക്കെയോ എനിക്ക് വന്ന്
ഞാൻ അന്നേരം തന്നെ റിസൈൻ ലെറ്റർ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. റിസൈൻ കൊടുത്തിട്ട് അന്ന് തൊട്ട് 2022 ആ വർഷം തൊട്ട് പ്രൈസ് ദി ലോർഡ് ഇരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. 40 ദിവസം 21 ദിവസം ഇങ്ങനെ ഈ പ്രാർത്ഥനകളൊന്നും ഒരു മനുഷ്യരും കണ്ടില്ല. അതെ ദൈവമക്കളെ, കർത്താവ് ഇത് കാണുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഭവനത്തിലിരുന്ന് കണ്ണുനീരൊഴുക്കുന്ന എല്ലാം നീ ആര് കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. നമ്മളെ കാണുന്ന ഒരു സ്വർഗമുണ്ട്, നമ്മളെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. അതെ, അടിമനുഖത്തിൽ കിടന്ന മിസ്രയീം ജനം കണ്ണുനീരോടെ അവര് വലിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ്, അവര് കഷ്ടപ്പെടുമ്പോഴും ചൂളയുടെ ചുവട്ടിൽ കിടന്ന് ഈ തീയുള്ള അനുഭവത്തിൽ കൂടി കടക്കുമ്പോഴും സ്തോത്രം, അവരുടെ കണ്ണുനീര് ആരും കണ്ടില്ലെന്ന് അവർ ഓർത്തെങ്കിലും ദൈവം അവരുടെ കണ്ണുനീര് കണ്ടിട്ട് അവരെ രക്ഷിക്കാനായിട്ട് മോശയുടെ അടുക്കലേക്ക് പോകുക. സ്തോത്രം. ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന മോശയെ കണ്ടിട്ട് പറയാ, നീ എന്റെ ജനത്തെ നയിപ്പാൻ നീ പോക. പ്രൈസ് ദി ലോർഡ്. അതൊന്നുമല്ല എന്റെ വിഷയങ്ങൾ, ഞാൻ അങ്ങോട്ടങ്ങ് കയറിയെന്നേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. എന്നാൽ പ്രൈസ് ഈ മോശ മുഖാന്തരം കർത്താവ് തന്റെ ജനത്തിന്റെ കണ്ണുനീരിനെ കണ്ട് നമ്മളെ എല്ലാം സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ്. പ്രൈസ്. അവരെ ഹോരേബ് പർവ്വതത്തിൽ തുടങ്ങി ഇപ്പൊ നമ്മൾ വായിച്ചതായിട്ടുള്ള വേദഭാഗത്തിൽ സേയീർ പർവ്വതം വഴിയായി ഹോരേബിൽ നിന്നും കാദേശ് ബർന്നയിലേക്ക് 11 ദിവസത്തെ വഴി കടന്നു വരുന്ന ഒരു മരുഭൂമി യാത്രയിൽ കൂടി വരുന്ന ഒരു ഇസ്രായേൽ മക്കളെ നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. കടന്നു പോയ വഴികൾ, അതെ, കടന്നു വന്ന വഴികൾ, യോർദാന്റെ അനുഭവങ്ങൾ. ആമേൻ. വെള്ളമില്ലാതിരുന്ന അനുഭവങ്ങൾ, ദാഹിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. പുറകെ ആമേൻ ഫറവോനും സൈന്യവും പുറകെ വരുന്ന അനുഭവങ്ങൾ, നിന്ദിക്കുന്ന അനുഭവങ്ങൾ, പരിഹാസങ്ങൾ. ആമേൻ. അതെ, സ്തോത്രം. എന്നാൽ സ്തോത്രം, അവര് 11 ദിവസം കൊണ്ട് കാദേശ് ബർന്നയിലെത്തി. അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. ഈ കാദേശ് ബർന്നയിൽ വന്നിട്ട് എത്രത്തോളം അത്ഭുതം അവര് കടന്നുപോയ വഴികളും എല്ലാം ഉണ്ടായിരുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവര് കരഞ്ഞു, കർത്താവ് കൊടുത്തു, പിറുപിറുത്തു, ദൈവം കൊടുത്തു. സ്തോത്രം, സ്തോത്രം. ആമേൻ. അത്ഭുതങ്ങളിൽ കൂടി നടത്തി. കാരണം എന്നെ അബ്രഹാമിനോട് പറഞ്ഞ ദേശത്തേക്ക് ജനത്തെ കൊണ്ടുവരണം. സ്തോത്രം. അവനൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ അത് എന്ത് കഷ്ടപ്പെട്ടാലും എത്ര പ്രയാസപ്പെട്ടാലും അത് നമ്മൾ പിറുപിറുത്താലും നമ്മൾ അതിന് എന്ത് ചെയ്താലും കർത്താവായി ഏറ്റെടുത്ത കാര്യം ദൈവം വിശ്വസ്തയോടെ ചെയ്യും. അതിനകരം നമ്മുടെ കർത്താവ് വിശ്വസ്തന. നമ്മുടെ കർത്താവ് വിശ്വസ്തന. അവൻ നമ്മെ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാദേശ് ബർന്നയിൽ വന്നപ്പോൾ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ സ്തോത്രം. മോശ സ്തോത്രം തന്റെ ജനത്തെ 12 ഗോത്രത്തിൽ നിന്ന് 12 പേരെ വിളിച്ച് തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, അതെ നീ നിങ്ങൾ ചെന്ന് സ്തോത്രം കനാൻ ദേശം ഉറ്റുനോക്കിയിട്ടൊന്ന് വന്നേ. നമ്മളെ ദൈവം കൊണ്ടിരുന്ന ദേശമല്ലേ, നിങ്ങളൊന്ന് ഉറ്റുനോക്കിയിട്ട് വാ. അവിടെ എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് കർത്താവ് യഹോവയാം ദൈവം പറഞ്ഞ് അതെ അവര് കനാൻ ദേശം ഉറ്റുനോക്കാൻ പോകുമ്പോൾ സ്തോത്രം കടന്നു വന്നവരിൽ എല്ലാവരും 12 പേര് പറഞ്ഞു വിട്ടിട്ട് 10 പേര് കടന്നു വന്നിട്ട് പറയാ, കനാക്യ മല്ലന്മാരാ, ഞങ്ങളെ നിങ്ങൾ കൊല്ലാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അത് അവരുടെ മുൻഭാഗം ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ തോന്നിയത്. അവരുടെ ദുർവർത്തമാന നിമിത്തം അവര് അവിടെ പോയി ചില അവരുടെ കാഴ്ചകളൊക്കെ കറക്റ്റ് ആയിരുന്നു. അവർ കണ്ടതെല്ലാം കറക്റ്റ് കാര്യങ്ങളാ. പക്ഷെ കടന്നു വന്നിട്ട് അവര് പറയാ, അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പ്രൈസ്. ഇതൊന്നും പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് ദൈവമൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയും. കർത്താവ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദൈവം പറഞ്ഞാൽ നീ പോകാൻ പറഞ്ഞു. നമ്മൾ പോന്നു. ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഇച്ചിരി പ്രയാസം അത് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെല്ലാം അങ്ങനെയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ഒരു അത്ഭുതം അല്ലെങ്കിൽ എന്ത് ചെറിയ പനിയോ അല്ലെങ്കിൽ മറ്റു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയും, ഓക്കെ കർത്താവ് സൗഖ്യമാകും. പക്ഷെ ഒരു ഇച്ചൂടെ അല്പമായ ഒരു ഭയങ്കരമായ ഒരു കാര്യം
കാര്യം ഒന്ന് ജീവിതത്തിൽ വന്ന് നോക്കട്ടെ. ഒരു ക്യാൻസർ പോലുള്ള ഒരു രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതമാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരട്ടെ. അപ്പൊ നമ്മൾ പറയും ഇതാ നടക്കത്തില്ല കേട്ടോ സിസ്റ്റർ, അതൊക്കെ പ്രയാസം, അതൊക്കെ പിന്നെ മരുന്നാലേ മാറത്തുള്ളൂ കേട്ടോ. ഇത് ദൈവത്താൽ മാറുന്ന ഒരു പ്രശ്നമല്ല, ഇത് മരുന്നെടുക്കണം. ഹല്ലേലൂയ എന്ന് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ പ്രൈസ്. നമുക്കതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ, ഒരു പിന്നെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു വിഷയമായിക്കോട്ടെ. ഹല്ലേലൂയ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു അത്യാപത്ത് വന്നു, ഒരു പ്രശ്നം വന്നു. ഹല്ലേലൂയ. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നില്ല, അതിനെ ചാടിക്കടക്കുന്നില്ല, അത് യുദ്ധം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് കയറി ചിന്തിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഇരുന്നുകൊണ്ട് പറ്റത്തില്ല കേട്ടോ, അത് നെഗറ്റീവ് അല്ലെങ്കിൽ അടിക്കുക. ഹല്ലേലൂയ. നമ്മൾക്ക് അത് പ്രയാസം കേട്ടോ. അവിടെ വരെ നമ്മൾ എന്ത് ചെയ്യുക, കാദേശ് ഭരണ വരെ വന്നിട്ടുള്ളതാണ് അതിനർത്ഥം. ഹല്ലേലൂയ. ഞാൻ ശക്തമായി പറയട്ടെ, നമ്മൾ കാദേശ് ഭരണയിൽ നിന്നും കനാനിലേക്ക് ഒന്ന് കടക്കണം. അതാണ് എന്റെ വിഷയം. ഹല്ലേലൂയ. ഈ കനാനിലേട്ടൊന്ന് കടക്കണമെങ്കിൽ ഉണ്ടല്ലോ, ചുമ്മാതെ കടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഹല്ലേലൂയ. വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല ദൈവമക്കളെ. നീ അന്യഭാഷയിൽ ആരാധിച്ച് മുന്നേറിയില്ലെങ്കിൽ നിനക്ക് ഈ കനാൻ ദേശം കാണുവാൻ കഴിയത്തില്ല. ഉടരകഥവനക ശാന്തരാധീരൽ പ്രൗഢവി ഉടലൽ ഖനാരകരകടക ശൗടിവാരകത്വിനാരകനി. ചില പ്രശ്നങ്ങളെ നോക്കി നീ അധികാരത്തോടെ കൽപ്പിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ നിനക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യുകയാണ്. രിഘാനഘടക ശാന്തരാധകനെ അതരെ രകക്ഷാധീരാരഘടക ഛസിയ. കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇവർ മറന്നുപോയി. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. 10 പേര് വന്ന് പറയുക, നോ, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾക്ക് കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ദീർഘവീക്ഷണമുള്ളവൻ, വെളിപ്പാടുള്ളവൻ കാലേബും യോശുവയും വസ്ത്രം കീറിട്ട് ജനത്തോട് വന്ന് പറയുക, നിങ്ങളോട് ആര് പറഞ്ഞു കേറാൻ പറ്റത്തില്ലെന്നാരാ നിങ്ങളോട് പറഞ്ഞത്? അതെ, നിങ്ങൾക്ക് കർത്താവ് ദൈവം നമുക്ക് തന്ന ഈ അവകാശത്തിലേക്കല്ലേ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്. അത് നമ്മൾക്ക് ഇത് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് അത് ഒറ്റ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവ് യഹോവയാം ദൈവം വന്ന് കാലേബിനെ വന്ന് അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ഓ, എന്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. കണ്ടോ, വിശ്വാസത്തിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ നിനക്ക് ചില അവകാശ ദേശങ്ങളിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകുമെന്ന്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാൽ അതെ, എനിക്കത് ചെയ്തെടുക്കുവാൻ കഴിയും. ഞാൻ ചില ദേശങ്ങളെ പിടിച്ചെടുക്കും. ഞാൻ ചില ജനത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കുവാൻ ഇറങ്ങുമ്പോൾ അതിന്റെ പൂർണ്ണമായ വിടുതൽ കണ്ടേ ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ. അതെ, ഞാനത് പ്രാപിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ വാക്ക് നീ ഇന്ന് മുതൽ പറഞ്ഞു തുടങ്ങിക്കേ. ദൈവം ചില ഹല്ലേലൂയ ഏത് വിഷയത്തിന് വേണ്ടിയാ നീ പറയുന്നതെങ്കിൽ അത് നിനക്ക് അവകാശമായി കർത്താവ് തരും. ഹല്ലേലൂയ. അത് തന്നെ ഈ ഒരു കർത്താവേ സ്തോത്രം. ഈ ഇസ്രായേൽ ജനം ഈ കാദേശ് ഭരണയിൽ നിന്നുകൊണ്ട് ആ കനാൻ ദേശത്തെ നോക്കി അവർ പറയുന്നത് പോലെ തന്നെ ഞാൻ അതിനകത്തൊന്ന് കൂട്ടിച്ചേർക്കട്ടെ. ഈ വിശ്വാസ കൊള്ളത്തിൽ ഇന്നത്തെ ഇസ്രായേലാകുന്ന ഇന്നത്തെ നമ്മളാകുന്നത് അല്ലെ ഹല്ലേലൂയ ഈ ഒരു ആത്മീക വീക്ഷണതും തീഷ്ണതയും ഇല്ല എങ്കിൽ കർത്താവ് വരുമ്പോൾ നമ്മൾ ഒറ്റയോരണം പോകത്തില്ല. ഹല്ലേലൂയ. അതാ പറഞ്ഞു വന്നത്. ആമേൻ. ഹല്ലേലൂയ. ഈ തീഷ്ണതയില്ലാത്ത ആമേൻ നമ്മൾ അന്യ ഭാഷയിൽ ആരാധിച്ച് മുന്നേറിയില്ല എങ്കിൽ, ഒരു വലിയ വെളിപ്പാട് നമ്മൾ കണ്ടില്ല എങ്കിൽ ഈ താഴ്വരയിൽ കടന്ന് പട്ടുപോകേണ്ടി വരും. ഹല്ലേലൂയ. കർത്താവിന്റെ കാഹളം ധ്വനിക്കും. ആമേൻ. അവനെ കാത്തിരിക്കുന്നവർ പോകും. കർത്താവിന് വലിയ കാര്യമൊന്നുമില്ല. പുറപ്പെട്ടു 40 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും ഒക്കെയാ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിൽക്കുന്ന 2 പേരെ മതി ദൈവത്തിന്. ആമേൻ. സ്തോത്രം. ഞാൻ എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും പറയുന്ന ഒറ്റക്കാരേ ഉള്ളൂ. നീ നിൽക്കാൻ കർത്താവിന് ഭൂരിപക്ഷം നോക്കുന്ന ദൈവമല്ല. അവന് വിശ്വസ്തയോടെ നിൽക്കുന്നവൻ ഒറ്റ ഒരുത്തനെ ഉള്ളെങ്കിൽ അതെ ആ ഒറ്റ ഉരത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ ഇറങ്ങി വരുമെന്ന് വീണ്ടും വീണ്ടും പറയുക. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽപ്പാൻ നാം തയ്യാറായാൽ അവൻ നമ്മൾക്ക് വേണ്ടി വലിയവ ചെയ്യും. ഇതുവരെയും കാണാതെ കിടക്കുന്ന
നടക്കുന്നതും ഇതുവരെയും കർത്താവ് നമ്മൾ പ്രാപിക്കാതിരുന്നതും എന്റെ ഇറങ്ങിയിട്ട് 10-60 വർഷമായില്ലേ, 40 വർഷമായില്ലേ, ഇറങ്ങി തിരിച്ചിട്ട് 11 വർഷമായില്ലേ, ഈ കർത്താവ് ഈ 10 പേരുടെ നിമിത്തം ജനം മുഴുവനും 40 വർഷം വീണ്ടും അവിടെ കിടന്ന് കറങ്ങേണ്ടി വന്നു. ഹല്ലേലൂയ. അവർ മരിച്ചൊടുങ്ങും വരെയും അവിടെ നിന്ന് പുറപ്പെട്ടില്ല. വളരെ ശക്തമായ ഹല്ലേലൂയ ദൈവവചനം ശക്തമായി കർത്താവ് പറയുക, നമ്മളിൽ നിന്നും കർത്താവ് ഒരു എന്തെങ്കിലും ആർക്കെങ്കിലും ഹല്ലേലൂയ, കോരഹ് അതിനകത്ത് സമാനമാണ്, ഒരു ഉദാഹരണം. അതെ, ആ കോരഹ് വന്ന് ജനത്തോട് പറഞ്ഞ്, സർവ്വജനത്തെയും കൂട്ടി അവരെ പറഞ്ഞ്, അതെ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെ സ്ത്രീകളെ കൊല്ലാൻ ഞങ്ങളെ കൊണ്ടുപോകുന്നു. മോശയ്ക്ക് നേരെ നിന്നിട്ട് അതെ വിരോധമായി പറഞ്ഞു, നീ നിർത്ത്. കോരഹ് മോശയോട് പറയാം, നിർത്ത്. ഹല്ലേലൂയ. ആ ഭാഗമൊക്കെ ഒന്ന് ഞാൻ അങ്ങ് ഭാവനയിൽ അങ്ങ് കണ്ട്. ഹല്ലേലൂയ. പ്രൈസ്. കോരഹ് എന്ന് പറയാ, നിർത്ത്, നീ കുറെ നാളായി ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ യഹോവയാ ദൈവം അങ്ങനെ ഇങ്ങനെയാണൊക്കെ നീ പറയുന്നത്. ഹല്ലേലൂയ. ആദ്യം നീ ഞങ്ങൾക്ക് കനാൻദേശം തരാമെന്നൊക്കെ പറഞ്ഞ് പാലും തേനും ഒഴുകി തരാമെന്ന് പറഞ്ഞ ദേശമൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് കളിപ്പിച്ചിട്ട് ആമേൻ അങ്ങനല്ലേ. ഹല്ലേലൂയ. അങ്ങനെ അങ്ങോട്ട് പറ, ചിന്തിക്ക്. ഹല്ലേലൂയ. പ്രൈസ്. നീ അതൊക്കെ ഇത് തരാം അത് തരാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കളിപ്പിച്ചിട്ട് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഞങ്ങളെ കളിപ്പിച്ചിട്ട് ആമേ സ്തോത്രം, നീ എന്നിട്ട് ഹല്ലേലൂയ ഞങ്ങളെ ഈ അനാഖ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ആമേ സ്തോത്രം ഞങ്ങളെ കൊന്നുപിടിക്കാമോ കൊണ്ടുവന്നിരിക്കുകയാണോ? ഞങ്ങൾക്കിനി ഒരു നായകനെ ഉണ്ടാക്കി ഞങ്ങൾ തിരിച്ച് മിസ്രൈമിലോട്ട് പോയിക്കൊള്ളാമെന്ന്. ഹല്ലേലൂയ. കോരഹ് പറയുക, ഞങ്ങളൊരു നായകനെ ഉണ്ടാക്കി, ഞങ്ങളിൽ നിന്നും ഒരു നായകനെ തിരഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ വന്ന വഴി അങ്ങ് പോയിക്കോളാം, നിന്റെ അങ്ങ് നിർത്തുന്നു. ഇത് കേട്ടിട്ട് മോശയും അഹരോനും കൂടെ വസ്ത്രം കീറി നിലത്തു വീട് കരയാൻ തുടങ്ങി. കോരഹിന്റെയും സർവ്വജനത്തിന്റെയും വാക്ക് കേട്ട് ദൈവദാസന്മാർ, നീ ഒരു ദൈവദാസന്മാരുടെ നേരെയോ വിലയിരുത്തുവോ, എന്റെ കർത്താവിനോട് നേരെയോ ഒന്നും ഒരു വിരൽ പോലും ചലിക്കരുത് കേട്ടോ, ചലിപ്പിക്കരുത്. ഹല്ലേലൂയ. അവരുടെ കണ്ണുനീര് ഹല്ലേലൂയ എന്റെ കർത്താവ് ഇറങ്ങി വന്ന് ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. ജനത്തെ എല്ലാം ഒരുമിച്ച് വിളിപ്പിച്ചിട്ട് മോശ പറയുക, ഇവർ സാധാരണ മരിക്കുന്ന പോലെ മരിക്കുകയല്ല, ഇവരിൽ ഒരു പ്രത്യേകമായ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മരണം സംഭവിച്ചാൽ അതേ ഞാൻ നിന്റെ പ്രവാചകനാണെന്ന് തെളിയുവാൻ ഇടയായി തീരും. മോശ പറഞ്ഞപ്പോൾ തന്നെ ഭൂമി പിറന്നവര് വാ പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ ഒരു ഭാഗത്തെ എന്നെ വല്ലാതെ ചിന്തിപ്പിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒന്നുമില്ല കർത്താവേ. ഹല്ലേലൂയ. ഇവർ നിമിത്തം ജനം കർത്താവേ കുറെ നാള് അവിടെ ഉഴന്ന് നടക്കേണ്ടി വന്നു. പക്ഷേ ഹല്ലേലൂയ കർത്താവ് പറയുക, വീണ്ടും ആ ഭാഗത്തുനിന്ന് നമുക്ക് ഉയർന്നെഴുന്നേക്കാം. നമുക്ക് താണു കിടക്കുന്നവരല്ല. കോരഹിന്റെ കാര്യങ്ങളൊക്കെ പോട്ടെ. പ്രൈസ് ദി ലോർഡ്. അഥവാ നെഗറ്റീവ് പറഞ്ഞാൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിച്ചെന്നേ ഉള്ളൂ. നമ്മൾ അവിടെ നിൽക്കുന്നവരല്ല, നമ്മൾ അങ്ങനെ പോകുന്നവരുമല്ല. ഹല്ലേലൂയ. അതെ, അങ്ങനെ തന്നെ അഥവാ പോയാലും എഴുന്നേറ്റ് പ്രകാശിച്ചു. അധുരാരികൾ ഘനഘടക അതിനെയൊക്കെ നമ്മൾ പൊട്ടിപ്പുറത്ത് ചാടിക്കൂ. ഹല്ലേലൂയ. നമുക്കൊരു കാലേബായി എഴുന്നേറ്റാ മതി. ഹല്ലേലൂയ. നമുക്കൊരു യോശുവയായാ മതി. അത് നമുക്കൊരു കാലേബായാ മതി. ഹല്ലേലൂയ. ഈ കാലേബും യോശുവയും എന്ത് ചെയ്തു? ആ ഒരു കർത്താവിനെ വിശ്വാസമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കിനും ഹല്ലേലൂയ ആമേൻ സ്തോത്രം, എന്താ സംഭവിച്ചത്? കാലേബിന് ഹല്ലേലൂയ ദേശങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നതിനായിട്ട് ദൈവം അങ്ങനെ അധികാരപ്പെടുത്തി. ദേശം വിഭാഗിച്ചു കൊടുക്കുവാൻ കാലേബിനെ അങ്ങിരുത്തി. യോശുവയോ മോശയുടെ കഴിഞ്ഞുള്ള ഹല്ലേലൂയ ജനത്തെ നടത്തുവാൻ യോശുവയെ തിരഞ്ഞെടുത്തു. നോക്കിക്കേ, നമ്മൾ ഒരു ഹല്ലേലൂയ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാൽ നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ സത്യ കർത്താവിനെ നാം യഥാർത്ഥമായി പൂർണ്ണമായി പറ്റി നിന്ന് നമ്മൾ പൂർണ്ണമായി പറ്റി വെക്കുന്ന നമ്മുടെ വിശ്വാസമൊക്കെ എല്ലാം ഉറപ്പാണ്, ദൃഢമാണ്. ഹല്ലേലൂയ. പക്ഷെ എന്നാലും ഇച്ചിരി കൂടെ ഒന്ന് ഉയരണം, അല്പം കൂടി ഒന്നുകൂടെ. ഇന്ന് വരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു പ്രാർത്ഥനയുടെ ദൈർഘ്യം ഒന്ന് കൂട്ടിക്ക്. ഹല്ലേലൂയ. ഞങ്ങൾ 8 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്, 10 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതായത്
പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. 3 മണി നേരത്തൊക്കെ ഞങ്ങൾ ഗ്രൂപ്പുകൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കർത്താവ് സംസാരിക്കുന്ന അനുസരിച്ച് നമ്മൾക്ക് ഒരു മാറ്റം സംഭവിച്ചു. ഹല്ലേലൂയ. അത് നമ്മൾ ഇതുവരെയും ആയിരുന്നതൊക്കെ ആയിരിക്കും കർത്താവ്. ഇതുവരെയൊക്കെ നമ്മൾ ഓക്കെ പെർഫെക്റ്റ്, പക്ഷെ എന്നാലും ഒന്നും കൂടി എന്തോ ഒരു സംതിങ് പ്രോബ്ലം ഉണ്ട് അല്ലെ? ഹല്ലേലൂയ. എന്തൊക്കെയോ ഒന്നാകാനില്ലേ? ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നോക്കിക്ക്, നമ്മൾ എന്തൊക്കെയോ ഒന്നാകാനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എന്തൊക്കെയോ എവിടേക്കോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്, എവിടേക്കോ ഒന്ന് തിരിഞ്ഞു നോക്കി. ആത്മീയമായ കോളത്തിൽ നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒന്നാകാൻ ആയിട്ടുണ്ടോ? ആത്മാവിൽ ഒന്ന് ശക്തിപ്പെട്ടിട്ടുണ്ടോ? ആത്മാവിൽ അഭിഷേകത്തിന്റെ ശക്തി നമ്മളിൽ വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് വെറുതെ ഇരിക്കാതെ ആത്മാവിൽ അല്പസമയം ഒന്ന് ആരാധിച്ച് ജയമെടുക്കുവാൻ ഹല്ലേലൂയ കർത്താവ് പറയുക സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾക്കൊന്ന് ഒന്നും കൂടി ഒന്ന് ദൈവസേന തീരുമാനമൊക്കെ എടുക്കും. ഹല്ലേലൂയ. പലപ്പോഴും വചനമൊക്കെ കേൾക്കും, എന്നാൽ സ്തോത്രം കുറച്ചു കഴിയുമ്പോ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വീണ്ടും ഈ പിശാച് കയറി ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നും കൂടി ഒരു കാര്യം കൂടി പിന്നെ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ സ്തോത്രം സെയീർ പർവ്വതം വഴിയാണല്ലോ ഹല്ലേലൂയ ഈ ഇസ്രായേൽ ജനത്തെ നമ്മൾ 2-ാം അധ്യായം വായിച്ചതുപോലെ 1-ാം അധ്യായം വായിച്ച പോലെ ഈ സെയീർ പർവ്വതം വഴിയാണ് ഹല്ലേലൂയ ഈ ജനം കടന്നുപോയത്. ഇവിടെ പാർക്കുന്ന ആരാന്നറിയാമോ? ഹല്ലേലൂയ ഏശാവിന്റെ മക്കളാ പാർക്കുന്നത്. ഹല്ലേലൂയ ഏശാവിന്റെ മക്കൾ അവിടെ പാർക്കുന്നത്. ആരാ ഏശാവ്? ഹല്ലേലൂയ ഏശാവിന്റെ മക്കൾ ആരാ? ഈ ഇസ്രായേൽ ജനം ആരാ? എങ്ങനെ അതുമായി പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സെയീർ പർവ്വതത്തിനകത്ത് താമസിച്ചവർക്ക് എന്തേലും കുഴപ്പമുണ്ടോ? എന്തേലും കുഴപ്പമുണ്ടോ? ഹല്ലേലൂയ. ലോത്തിന്റെ മക്കൾ അവിടെ താമസമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 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 അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സീദോന്യരും യേശാവ് 2:28 വായിക്കുമ്പോൾ സെയീരിൽ പാർക്കുന്ന യേശാവിന്റെ മക്കളും ആരിൽ പാർക്കുന്ന മോവാബ്യരും എനിക്ക് തന്നതുപോലെ നീ വിലയ്ക്ക് തരുന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലയ്ക്ക് തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളാം. അപ്പോൾ ഹല്ലേലൂയ. ഈ ആരിൽ പാർക്കുന്നത് ആരാണ്? ഹല്ലേലൂയ. പ്രൈസ് മോവാബ്യരും സെയീരിൽ പാർക്കുന്ന ആരാണ്? ഹല്ലേലൂയ യേശാവിന്റെ മക്കൾ. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഇവർക്ക് എന്തെങ്കിലും അവരായിരുന്നിടത്ത് തന്നെ ദൈവം അവർക്ക് കൊടുത്ത അവകാശത്ത് തന്നെ അവരവിടെ ഇരിപ്പുണ്ടോ? അവർക്ക് ഒരു പ്രശ്നവുമില്ല. യാക്കോബേ ഇസ്രായേല് നിനക്കെന്നാ ഇത്ര പ്രശ്നം? അല്ലേ? അത് ദൈവാത്മാ എന്നെ ഇന്നലെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. നിനക്കെന്താ പ്രശ്നം? നീ ചുമ്മാതുള്ളവനല്ല. ഹല്ലേലൂയ. യാക്കോബേ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അത് ചില വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ചില വാഗ്ദത്തമാണ്. അതിനകത്ത് ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് ചുമ്മാതിരിക്കുന്നവർക്ക് കൊടുക്കുന്നതല്ല വാഗ്ദത്തം. ഹല്ലേലൂയ. വെറുതെ ഇരിക്കുന്ന ഏശാവിനും വെറുതെ ഇരുന്ന് പട്ടണത്തിന്റെ വാതിക്കൽ നിന്ന് കഴിച്ചു കുടിച്ചിരുന്ന ലോത്തിനും കൊടുക്കുന്നതല്ല, ലോത്തിന്റെ മക്കൾക്കും കൊടുക്കുന്നതല്ല ഈ അവകാശം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിനും അതേ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ തലമുറയ്ക്കും അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിന് കൊടുക്കുന്ന വാഗ്ദത്തം ഉണ്ടല്ലോ, അതിന് സ്പെഷ്യലൈസ്ഡ് അതൊരു സ്പെഷ്യൽ വാഗ്ദത്തം. ഹല്ലേലൂയ. അവരോട് പറഞ്ഞ അവരുടെ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയാകട്ടോ. ആമേൻ. സ്തോത്രം. ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ കൂടിയൊക്കെ ആമേൻ. നമുക്കതെല്ലാം ചരിത്രങ്ങൾ അറിയാവുന്ന. ഹല്ലേലൂയ. അതെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കാറുണ്ട്, എന്നാ കർത്താവേ എനിക്കിത്ര പ്രശ്നം, എന്താ എനിക്ക് ഈ പ്രശ്നം, എനിക്ക് യോർദാനുണ്ട്, ദേ അവന്മാരെ നോക്കിക്കോ, ഒരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. യാക്കോബിന് പ്രശ്നമുണ്ടായി. ഹല്ലേലൂയ. അവന്റെ വരവിങ്കൽ ഹല്ലേലൂയ ഏശാവ് അവനെ കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ടു. സഹോദരന് ഭയപ്പെട്ടു. ഹല്ലേലൂയ. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? രാത്രി മുഴുവൻ ഉഷസ് വരെ മല്ല് പിടിച്ചു. ദൂതനോട് മല്ല് പിടിച്ചു. ഹല്ലേലൂയ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അവന് അതേ ഒരു അനുഗ്രഹം കൊടുത്തു. ഹല്ലേലൂയ. നീ മനുഷ്യനോടും ദൈവത്തോടും മല്ല് പിടിച്ചത് കൊണ്ട് നിന്നെ ഈ ഹല്ലേലൂയ സ്തോത്രം. അതെ സ്തോത്രം. ഹല്ലേലൂയ. നീ വെറും യാക്കോബല്ല, നീ ഇസ്രായേൽ അല്ലെ അനുഗ്രഹം അങ്ങ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ മേൽ. ഹല്ലേലൂയ. വെറുതെ കിടക്കുന്നവർക്ക് കൊടുക്കുന്ന അല്ല ഈ വാഗ്ദത്ത ദേശങ്ങളും കനാൻ ദേശങ്ങളും ഒക്കെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, ആമേൻ, ഇസ്രായേൽ ജനത്തിനകത്ത് പിറുപിറുപ്പുണ്ട്, കാര്യമൊക്കെ ശരിയാ. ഹല്ലേലൂയ. അതെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിറുപിറുപ്പുണ്ട്. അതേ സ്തോത്രം. നമ്മളെല്ലാം കർത്താവിന് പിറുപിറുപ്പ് എന്തെങ്കിലും ഇച്ചിരി കുറവുണ്ടെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെയെല്ലാം സ്ത്രീകളായ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. പക്ഷെ ആമേൻ. സ്തോത്രം. എന്നാക്ക് പറഞ്ഞാലും കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ.
അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് അത് ദൈവം കൊടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവര് ചില പോകേണ്ടതായി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ എന്ത് കെയർഫുൾ ആയിട്ടാണ് കർത്താവ് തന്റെ ജനത്തെ നടത്തിയത്. എന്താ ഹല്ലേലൂയ, അബ്രഹാമിനോട് കൊടുത്ത ആ ചില വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുവാൻ വേണ്ടി ചില അവരിൽ കൂടി ഇവരെ നടത്തി, ഇവരെ അത്ഭുതങ്ങൾ നടത്തി, ഈ ജനത്തെ നടത്തി. ദൈവത്തിന് ചില അവസാന നിമിഷങ്ങൾ വരെയുള്ള സ്തോത്രം ഒരു ജനത്തെ നോക്കിയാണ് കർത്താവ് ഒരു ജനത്തെ, തനിച്ചിരിക്കുന്ന ഒരു ജനത്തെ കണ്ടിട്ട് തനിച്ചു പാർക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു ജനത്തെ കർത്താവ് വേർതിരിച്ച് അവർക്ക് കൊടുക്കേണ്ട ന്യായപ്രമാണം കൊടുത്ത് അവരെ ദൈവത്തെ ആരാധിക്കേണ്ടവരെ ആരാധിക്കുന്നത് പോലെ നമ്മ ജനത്തെ ആരാധിക്കേണ്ട പോലെ ഒരു ആരാധനാ രീതിയും കൊടുത്ത് സ്തോത്രം അവരിൽ നിന്നും വംശപാരമ്പര്യമായി ജനത്തിന്റെ സകല ഭാവങ്ങളെയും തീർക്കാനുള്ള യേശു കർത്താവും സകല ജാതികളും രക്ഷിക്കപ്പെടണമുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടണമെങ്കിൽ നീ കുറച്ച് കഷ്ടം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ചില കഷ്ടങ്ങൾ കൂടി കടന്നു പോകണം. നമ്മൾ ചില കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അതേ കർത്താവേ, ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, ഈ തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കാണാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കണ്ട. അതേ സ്തോത്ര, ഹല്ലേലൂയ. നീ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്റെ തലമുറ നിന്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഒത്തിരി കാര്യങ്ങൾ ആ ഭാഗത്ത് നമുക്ക് വീണ്ടും ചിന്തിക്കാൻ ഏറെയുണ്ട്. ഹല്ലേലൂയ. എങ്കിലും പ്രൈസ് ദി ലോർഡ്, നമ്മൾ വിചാരിച്ചു ഹല്ലേലൂയ, നമ്മൾക്ക് ഈ വരുന്ന കഷ്ടം, ഈ യോർദാന്, അതെ കർത്താവേ, ഈ ഹല്ലേലൂയ കലഹങ്ങള്, അതെ ജനം കാദേശ് ഭരണയിൽ ഇരുന്ന് കലഹിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ പാർക്കത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ നാം കടന്നു വരുന്ന വാഗ്ദത്ത ദേശം എങ്ങനെയുള്ള പാലും തേനും ഒഴുകുന്ന ഒരു ദേശം. ഹല്ലേലൂയ. പാലും തേനും ഒഴുകുന്ന ദേശം. ഹല്ലേലൂയ. അതെ ഹല്ലേലൂയ. അതിന്റെ 1:28 പറയുക, എവിടേക്കാകുന്നു നാം ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ദീർഘകായകന്മാരും പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന മതിലുള്ളവയുമാകുന്നു. ഞങ്ങൾ അവിടെ അനാഖ്യമല്ലന്മാരെ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം 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 എന്ന് ഹല്ലേലൂയ കടന്നുപോയി ഒറ്റുനോക്കിയവർ പറയുക. പക്ഷെ എങ്ങനെയുള്ള ദേശമാ? ഹല്ലേലൂയ. സ്തോത്രം. പാലും തേനും ഒഴുകുന്ന ദേശം, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് നാം കടന്നു പോകുന്നത്. ഹല്ലേലൂയ. അതാണ് കർത്താവ്. നമ്മൾ ഈ ദേശത്തിൽ കടന്ന് കഷ്ടപ്പെടാനുള്ളവരല്ല. നമ്മൾക്ക് ഹല്ലേലൂയ, നമ്മൾ ദേശത്തിൽ കടന്ന് കഷ്ടപ്പെടാനുള്ളവരല്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് ചില വാഗ്ദത്തങ്ങൾ നൽകി തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് വാഗ്ദത്തങ്ങൾ താമസിക്കുന്നു? അതാണ് ഹല്ലേലൂയ ഞാൻ ചിന്തിപ്പിക്കാൻ ഒരുങ്ങിയത്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ എന്തുകൊണ്ട് നമ്മൾക്ക് താമസിക്കുന്നു? ഹല്ലേലൂയ. സ്തോത്രം. വാഗ്ദത്ത ദേശത്തിലേക്ക് നമ്മൾ എവിടെ വരെ ആയിരിക്കുന്നു? നമ്മൾ കാദേശ് ഭരണ വരെയാണോ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ നിന്നും ഒരു പടിശപ്പും കൂടെ ഹല്ലേലൂയ, ഒരു അന്യഭാഷയിലുള്ള ഒരു ശക്തമായ ആരാധനയിൽ കൂടി ഒരു വെല്ലുവിളികളാക്കട്ടോ. മതില് പോലെ നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇത്രയും ഈ യോർദാൻ കടന്ന് വലിയ പ്രയാസങ്ങൾ കൂടി പ്രശ്നങ്ങൾ കൂടി കടന്നിട്ട് ഏറ്റവും അവസാനം കൊണ്ടുവന്ന കനാൻ ദേശത്തിൽ പാർക്കുന്നതാരാ? കനാന്യര. അവിടെ പാർക്കുന്നതാരാ? ഹല്ലേലൂയ, കനാന്യരാ പാർക്കുന്നത്. അവർക്ക് ഞാൻ പിന്നെ പറയുന്നത്, സഹോദരങ്ങള് ഇത് ഉറ്റുനോക്കാൻ പോയി വന്നവര് പറയാ, അനാഖ്യമല്ലരാ അവിടെ പാർക്കുന്നത്, അവിടെ നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് പറഞ്ഞ കാലേബ് പറയാണ്, അതെ നമുക്കത് പറ്റും. ഹല്ലേലൂയ, അത് പറ്റും എന്ന് പറഞ്ഞപ്പോൾ ദൈവമാണ് അവർക്ക് നേരെ എന്ത് ചെയ്തു? ഹല്ലേലൂയ, യുദ്ധം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. അവര് മനസ്സോടെ പറഞ്ഞു നമുക്കത് ചെയ്യുമെന്ന് കാലേബ് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടെ അടുത്ത് ചെന്നപ്പം ആരാ താമസിക്കുന്നത്? ഹല്ലേലൂയ, ഏശാവിന്റെ കുഞ്ഞുങ്ങൾ, ഏശാവിന്റെ മക്കളും അതേ ലോത്തിന്റെ മക്കളും സഹോദരങ്ങളായെല്ലാം താമസിക്കുന്നത്. അവിടെ പ്രശ്നം ഉണ്ടായിരുന്നോ? അവിടെ കനാന്യരായിരുന്നോ? ഹല്ലേലൂയ. അത് നമ്മുടെ സഹോദരങ്ങളായിരുന്നു. കർത്താവ് എത്ര കനാന്യരാണെങ്കിലും അവരെ ഓടിച്ചിട്ട് ഹല്ലേലൂയ അവർക്ക് ആ ദേശം അവകാശമായി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൂരവേ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നും. പക്ഷെ അതിലെ ഒന്ന് ഫേസ് ചെയ്യാൻ നാം തയ്യാറായാൽ അതേ ഇത്രയുള്ളായിരുന്നു, നിസ്സാരമായതെന്ന് നമുക്ക് തോന്നുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ചിലത് മുൻപോട്ട് പോകാം, നീ ഭയപ്പെടേണ്ട, മുൻപോട്ട് ഭയപ്പെടരുത്. 1:21 പറ, ഇതാ നിന്റെ ദൈവമായ യഹോവ ഈ ദേശം നിന്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു.
നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക, ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത്. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളില് ആമേ സ്തോത്രം, ഹല്ലേലൂയ, ചർച്ചുകൾ പൂട്ടുന്നു. ഹല്ലേലൂയ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയെല്ലാം ഓരോ ദൈവദാസനെ കഴിഞ്ഞ ദിവസക്കാലം ഒരു ഞങ്ങളുടെ ഈ തൊട്ടടുത്ത് തന്നെ ഒരു ദൈവദാസനെ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, അവരുടെ ഒരു സഭാവിശ്വാസിയാണ്. അവരുടെ വീട്ടിൽ പ്രാർത്ഥിച്ചു അങ്ങനെ പാട്ട് അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും കുറെ RSS പ്രവർത്തകരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നമ്മുടെ ബൈബിളൊക്കെ തുറന്നു നോക്കി, ആമേ സ്തോത്രം, പാട്ടുപുസ്തകമൊക്കെ ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് ഇവന്മാര് പറഞ്ഞു നിർത്താൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇവരെ പിടിച്ചുകൊണ്ട് അടിക്കുക, ചെറുതായിട്ടൊന്ന്, മലയാളിയാണ്, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസൻ, അവരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി. പിന്നെ എല്ലാവരും കൂടെ കൂടി അത് വേറെ പൈസ ഒന്നും കൊടുക്കാതെ തന്നെ അവരെ ഫ്രീ ആയിട്ട് വിട്ടു. ഹല്ലേലൂയ. പ്രൈസ്. അങ്ങനെ എന്താണ് അവരുടെ ചർച്ചകളൊക്കെ ചിലതൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതൊന്നും നമ്മൾ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. അധൈര്യപ്പെടേണ്ട കാര്യമില്ലെന്നേ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഇവരെന്ത് ചെയ്യണം? ഈ ഏശാവിന്റെ മക്കള് പോലും കർത്താവ് ഈ ഇസ്രായേൽ യാക്കോബിനെ നോക്കിയത് അവരെ കണ്ട് നീ ഭയപ്പെടുമെന്നാ പറയുന്നത്. അതാണ് പറഞ്ഞത്. യഥാർത്ഥമായി ആരാധനയോ ഒരു പ്രാർത്ഥനയോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്താകും? ഒരു ചെറിയ നേരിയ ഭയം ഉണ്ടാകും. അതെ, അവിടെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാ എന്ന് പറയും. ഹല്ലേലൂയ. എന്നും പറഞ്ഞ് പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടണമെന്നല്ല. ഹല്ലേലൂയ. അതെ, നമ്മൾക്ക് കർത്താവ് ചില വെളിപ്പാട് തരും, അതിനനുസരിച്ച് ബുദ്ധി തരും, അതിനനുസരിച്ച് പോയി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ദൈവകൃപയാല് ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്നും ഒരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ചിലരൊക്കെ പറയും, ഞങ്ങൾ ചെല്ലുമ്പോ പറയും വരണ്ട, അല്പം ബുദ്ധിമുട്ട്. അവരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം, അല്ലെ? മുഖം കാണുമ്പോൾ അറിയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പൊ പിന്നെ ആ ഭാഗത്തോട്ട് പോകാറില്ല. അവരുടെ മുഖത്തിന് ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുകയോ അവരെ മിണ്ടാതിരിക്കുക, അവരുടെ ആ ഒരു ഇത് കാണുമ്പോഴേ നമുക്കറിയാം. അങ്ങനെയുള്ളിടത്തുനിന്നൊക്കെ ഒഴിഞ്ഞു മാറും. ഹല്ലേലൂയ. പ്രൈസ്. ഹല്ലേലൂയ. അതൊക്കെ ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ജ്ഞാനം നൽകി തന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അതല്ലാതെ ഇടിച്ചു കയറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാതെയാത്തിരും. സ്തോത്രം. ഞാൻ പറയട്ടെ, വേറൊരു സംഭവം ഉണ്ടായി ഈ പഞ്ചാബിൽ. ഹല്ലേലൂയ. അവിടെയാണെങ്കിൽ പിന്നെ ഈ അന്യഭാഷയുടെ ഒരു മഹത്വമാണ് അവിടെ നമ്മൾ കേട്ടപ്പോ പറയാനിടയാ തീർന്നത്. ഈ പഞ്ചാബില് ഒരു മതവിരോധികളെല്ലാം കൂടെ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഈ ഒരു ദൈവസഭയിലേക്ക് ഇടിച്ചു കയറി വന്നപ്പോഴത്തേനും അകത്തിരുന്ന ഒരു അമ്മാമ ഉണ്ടായിരുന്നു. അമ്മാമ അന്യഭാഷ പറഞ്ഞ് ചാടി അങ്ങ് ചെന്നു. ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് തന്നെ ഓടി വന്നപ്പോഴത്തേക്കിനും ഈ വന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാം? ഹല്ലേലൂയ. അവർ ഓടി ചെന്നിട്ട് കൈയും കാലും ഒടിഞ്ഞ് ഇവന്മാര് പ്രശ്നമായി, അവരുടെ വീട്ടിൽ പോയി. ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കാനിടയാത്തത്. എന്താണ്? അന്യഭാഷയ്ക്ക് മുമ്പിലും ഹല്ലേലൂയ ശത്രു ഓടുവെന്ന്. ഹല്ലേലൂയ. അവര് പറയാ, എന്തുവാ സിസ്റ്ററെ നിങ്ങൾ പറഞ്ഞ എന്നതാന്ന് ചോദിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അന്യഭാഷ പറഞ്ഞു കഴിയുമ്പോ ഇവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. നാളുകളിൽ ഹല്ലേലൂയ നമ്മൾക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ദൈവസന്നിധിയിൽ നമുക്ക് സമയം നമുക്ക് മുൻപ് പോയല്ലോ. ഹല്ലേലൂയ. അതെ, നമ്മൾക്ക് ഇന്നൊരു തീരുമാനം എടുക്കുന്നത്, ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ നമ്മൾ മുന്നേറുക. ഇതുവരെയും നമ്മൾ നമുക്കൊരു കനാൻ ദേശം തിരിപ്പുണ്ട്. നമ്മൾ സ്വർഗീയ കനാൻ ദേശത്തേക്ക് പോകാനിരിക്കുന്നവര്. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ അതിന് കർത്താവ് ആ ഭാഗത്തൊരു പൊരുൾ തന്നിട്ട് ഇപ്പുറത്ത് നമ്മൾക്കൊരു സ്വർഗീയ ദേശമുണ്ട്. ഹല്ലേലൂയ. അതിനെ നാം കാത്തു പാർക്കുന്നവർ. ഹല്ലേലൂയ. അവിടേക്ക് നമ്മൾ പോകണമെങ്കിൽ സെയിം ഈ മെത്തേഡ് തന്നെ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. കാലേബിനെ പോലെയും യോശുവയെ പോലെ നാം അത് പ്രാപിക്കും. ഞാൻ അതിലേക്ക് തന്നെ ഓടിച്ചെന്ന് അതിലേക്ക് കയറും എന്നുള്ള തീരുമാനം എടുക്കുക. അതിനായിട്ട് നമ്മൾ ഒരുങ്ങുക. ചുമ്മാതെ കയറി ചെന്നില്ല. അവര് അത് പറഞ്ഞപ്പോ തന്നെ ഗാദിനും രൂബേനരും എല്ലാം കൂടെ ചെന്ന് അവകാശമായി പ്രാപിച്ചു. അവരവിടെ പാർത്തു. ഹല്ലേലൂയ എന്ന് വചനമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മളും ആ ഒരു സ്വർഗീയ കനാൻ ദേശത്തേക്ക് നോക്കിയിരിക്കുക. ഹല്ലേലൂയ. നമ്മളിൽ എത്ര പേരുണ്ട്? ആമേ സ്തോത്രം. മറ്റുള്ളവരെ നമ്മളെ ബലപ്പെടുത്തുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ. കർത്തദാസ്യം മറ്റ് സഹോദരങ്ങളെ നമ്മൾ എഴുന്നേൽപ്പിക്കുന്നവരാകട്ടെ. ഒരു വാക്കുകൾ കൊണ്ട് അവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ശുശ്രൂഷകരെ അവർക്ക് കൈത്താങ്ങൽ കൊടുത്ത് എഴുന്നേൽപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും ഒരു ബലം കൊടുക്കുന്നുണ്ടെങ്കിൽ ബലം കൊടുക്കുക. ആരെ നമ്മൾ താഴ്ത്തിക്കെട്ടാതെ, അതെ, അവർക്ക് ഹല്ലേലൂയ
ഇന്നത്തെ സഹോദരങ്ങളുടെ മനസ്സിനെ ആമേൻ ഉരുക്കിക്കളയുന്ന വാക്കുകൾ പ്രവർത്തികൾ കൊണ്ടുവരരുത്. ഹല്ലേലൂയ. അത് എന്ത് പറഞ്ഞാലും ഓക്കെ വാ നമുക്ക് പോയേക്കാന്ന് പറയാവുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഒരു കൂട്ടമാണല്ലോ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുവാൻ ഈ പ്രഭാത സമയത്ത് ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഉണരണം. അന്യഭാഷയിൽ ഇതുവരെയും 5 മിനിറ്റ് നീ അന്യഭാഷ സംസാരിച്ചിട്ടുള്ളെങ്കിൽ അതൊരു 1 മണിക്കൂർ ടൈം വെച്ചിട്ട് അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങും. ഹല്ലേലൂയ. അത് ചെറുതായിട്ട് നീ ഉപവസിക്കുന്നത് 1 ദിവസമോ 3 ദിവസമോ ആണെങ്കിൽ അതിനെ ഒന്ന് വർദ്ധിപ്പിക്കുക. കർത്താവ് പറയുക, ഉണർന്നിരിപ്പീൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നാം ഉണർന്നിരിപ്പീൻ. പരീക്ഷ നമ്മുടെ മുൻപാകെയുണ്ട്. അതേ നമ്മൾക്ക് പിന്നെ നമ്മൾ പ്രശ്നങ്ങൾ തീർന്നില്ല. യുദ്ധം എന്താണ്? ഹല്ലേലൂയ. ആമേൻ. മരണം വരെ യുദ്ധമുണ്ട് ഇസ്രായേലിന്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നവരായി മാറട്ടെ. നമ്മൾ കർത്താവേ ചില രാജ്യങ്ങളെ പിടിച്ചടക്കുന്നവരാകട്ടെ. നമ്മൾ സിംഗപ്പൂരിനെ കർത്താവേ പിടിച്ചടക്കട്ടെ. നമ്മൾ ഇന്ത്യയെ പിടിച്ചടക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ലോക രാഷ്ട്രങ്ങളെ പിടിച്ചടക്കുന്നവരാകട്ടെ. ദേശങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. ഹല്ലേലൂയ. രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ പ്രാർത്ഥന വാക്കുകളിൽ ഒരു മലയാളത്തിൽ ഭാഷകൾക്ക് ഒതുക്കി നിൽക്കാതെ അതിനെ അന്യ ഭാഷയിൽ തന്നെ പ്രാർത്ഥിച്ച് ജയമെടുക്കുക. യെസ്, അതിനകത്തൊരു ശക്തിയുണ്ട്. അതിനകത്തൊരു ശക്തിയുണ്ട്. പ്രാർത്ഥന മലയാളത്തിൽ പ്രാർത്ഥിച്ചാല് അതിനേക്കാൾ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് അത്ര ഒരു ക്വാളിറ്റി ദൈവത്തിന് മുമ്പിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കർത്താവിന് അതൊന്നും പോരാ. അതൊക്കെ ഒരു ചെറിയൊരു കുഞ്ഞു കുഞ്ഞു ഭാഷയായി ഇവിടുത്തെ ലോകത്തിന്റെ ഭാഷയായിട്ട് അങ്ങ് മാറുക. പക്ഷെ അതിനൊന്ന് അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രസാദിക്കും. അവൻ നമ്മോട് സംസാരിച്ചു തുടങ്ങും. അവൻ നമുക്ക് വെളിപ്പാട് തുടങ്ങും. അവൻ നമുക്ക് ദർശനം തുടങ്ങും. ലോകരാജ്യങ്ങളെ സംസാരിക്കുന്ന പ്രഭാഷകകളായി കൃപാവര പ്രാപ്തരാക്കി കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കും. കൃപാവര പ്രാപ്തന്മാരായി കൃപാവരത്തിൽ നമ്മളെ ജ്വലിപ്പിക്കും. പ്രവചനപരവും ശുശ്രൂഷകളും കർത്താവ് നമുക്ക് നൽകി തരും. ഇന്നുവരെയും അതിലെ ദർശനങ്ങൾ കണ്ടിട്ടെങ്കിൽ ദർശനം കണ്ട് ലോകത്തെ രാജ്യത്തെക്കൊണ്ടുള്ള പ്രവചനങ്ങൾ പറയുവാൻ കർത്താവ് നമ്മെ അധികാരപ്പെടുത്തും. ശുശ്രൂഷകളുമായി എഴുന്നേറ്റ് പോകും. എഴുന്നേൽക്കുക. കർത്താവ് നമ്മെ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നവരാക്കി തീർക്കും. അല്പത്തിൽ വിശ്വസ്തനാവന് ദൈവം അധികത്തിലും വിചാരകനാക്കും. ഹല്ലേലൂയ. ഇന്ന് നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നാളെ മുതൽ നീ പ്രവചിച്ചു തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പ്രവചിച്ചു തുടങ്ങുക. നാളെ നീ രാജ്യം കണ്ട ദേശം കണ്ട സ്വർഗരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിലേക്ക് ഒരു ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വീണ്ടും ഒരു ഒറ്റ നിമിഷം കൂടെ യോഹന്നാൻ സ്നാപകൻ കർത്താവേ യേശു കർത്താവ് നോക്കി പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. എന്നാൽ യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനെ നോക്കി പറയുക, യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല. കാരണം എന്താ പറഞ്ഞെന്നറിയാമോ? സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്തത് ആരാന്നറിയാമോ? യോഹന്നാന. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവിന്റെ വാതിലിനെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനെന്ന് യേശു കർത്താവ് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ചെന്ന് ഓരോ സ്വർഗരാജ്യത്തിലേക്ക് ഓരോരുത്തരെയും പ്രവേശിപ്പാനുള്ള ഓരോ വാതിലുകൾ, അത് പ്രാർത്ഥനയുടെ വാതിൽ നാം തുറന്നു കൊടുക്കുമ്പോൾ നാം ഓരോരുത്തരുമാണ് സ്വർഗരാജ്യത്തിലെ വലിയവരായി എണ്ണപ്പെടുന്നത്. ഈ ദിവസങ്ങൾ നാം കുറഞ്ഞവരല്ല, നാം ചെറിയവരല്ല, നാം വിശേഷതയുള്ളവരൊക്കെ. ഈ ദിവസകാലം അത് ഇന്ന് വരെ പ്രാർത്ഥിച്ചതിനേക്കാൾ അല്പം കൂടെ ശക്തമായി ഒന്നും കൂടി ഒന്ന് പ്രാർത്ഥിച്ചുണരാം. അതിനായി കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം തന്ന കർത്താവിന്റെ രാശിയെയും ഹല്ലേലൂയ ഇവിടേക്ക് കടന്നു വന്ന് എന്നെ സഹായിച്ചു. എന്നെ ഞങ്ങളൊരു CPG ഗ്രൂപ്പ് ഉണ്ട്. ഹല്ലേലൂയ. അവിടെ നിന്നും ജെസി ടോബോയ് എന്നുള്ള സിസ്റ്ററും ഹല്ലേലൂയ സിസ്റ്ററും ഒക്കെയാണ് ആന്റിയെ പരിചയപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് തന്ന ദൈവത്തിനും നന്ദി പറയുന്നു. ആരും അറിയാതെ നമ്മൾ ഒതുങ്ങിക്കൂടിയപ്പോൾ കർത്താവ് നമ്മളെ ഹല്ലേലൂയ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. കർത്താവ് എന്തൊക്കെയോ തരുന്നു. അത് നാവുലാൽ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കഴിവോ പ്രശംസകളും എല്ലാം യേശു കർത്താവിന്. നമ്മൾക്കൊന്നുമില്ല. എന്തുവാ നമ്മള് ആ കർത്താവിന്റെ ക്രിസ്തുവിന്റെ മനസ്സറിയാൻ ഞാൻ ഇന്നയും തയ്യാറായാൽ ആ കർത്താവിന്റെ മനസ്സ് ദൈവം നമുക്ക് തുറന്നു തരും. അതാണ് എൻ്റെ ഒറ്റ ഒരു വാക്യം. നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ഹല്ലേലൂയ. അതെ, ക്രിസ്തുവിന്റെ മനസ്സ് നാം അറിയാൻ തയ്യാറായി. കർത്താവേ നിന്റെ മനസ്സിനുള്ള എന്താ, അത് എന്നെ ഒന്ന് അറിയിപ്പിക്കുക. ആ ഒറ്റ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അവൻ തന്റെ ഹൃദയത്തിന്റെ മനസ്സിന്റെ സകലവിധ ഭാരങ്ങളെയും നമ്മോട് അറിയിക്കും. അതൊരു ഭാരമായി ഏറ്റെടുത്ത് നമ്മൾ അതൊരു പ്രാർത്ഥനാ വിഷയമായി ജനത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇവിടെ ഒരു വലിയ
ഹാലലുയ കർത്താവിന്റെ പ്രവൃത്തി മഹത്വം ദേശത്തിന്മേൽ വെളിപ്പെടും. ആമേൻ. മാലിൽ ദേശങ്ങൾ വിടുവിക്കപ്പെടും. ആമേൻ. നമ്മൾ ഹലിലെ പെന്തക്കോസ്തൽ വിശ്വാസികൾ വരെയും ആമേൻ എന്താ ഒന്നും കൂടി ഉണരാനിരിക്കുന്നു. നമ്മൾ 10 പേരെ പോരല്ല ആയിത്തീരേണ്ടത്. നമ്മൾ 2 പേരായ കാലേബിനെ പോലെയും യോശുവയെ പോലും ഒന്ന് എഴുന്നേറ്റ് ഹല്ലേലൂയ. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു കാലേബായി നീ എഴുന്നേൽക്ക്, ഒരു യോശുവയായി നീ എഴുന്നേൽക്ക്. കർത്താവ് നിന്നെ രാജ്യത്തെ വിഭാഗിക്കുവാനും അത് ദേശത്തെ ആമൻ യോശുവ മോശ കഴിഞ്ഞ യോശുവയെ ജനത്തെ നടത്തുവാൻ ഹല്ലേലൂയ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാക്കിയതുപോലെ കർത്താവ് ദൈവത്തിന്റെ നാവായി നീ ഇരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാവായി നീ ഉപയോഗിക്കപ്പെടും. ആമേ. മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ യോശുവേ നിന്നോട് കൂടെ ഞാൻ ഇരിക്കുമെന്ന് പറഞ്ഞ് ഒറ്റ മനുഷ്യനെ പോലെ കർത്താവ് ഇസ്രായേൽ ജനത്തെ നടത്തിയതുപോലെ കർത്താവ് നമ്മളെയും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾക്കും നടത്തുവാൻ ശക്തനായ ദൈവമാ. ഈ ദിവസക്കാലം അടിയനെ പൂർണ്ണമായ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പ ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ ഒരു കാലേബാകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മേൽ ഒരു കർത്താവിന്മേൽ ഒരു വലിയ തീഷ്ണതാഗ്നി ഞങ്ങൾ കത്തിക്കട്ടെ. കർത്താവ് ഒരു തീഷ്ണതയോടെ പ്രാഗൽഭ്യത്തോടെ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാ ഞങ്ങളുടെ ദാസിമാർക്കായി പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ ഇഷ്ടം ഞങ്ങളെ നിറവേറട്ടെ. പൂർണ്ണമായും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത്രത്തോളം സമയം തന്ന കർത്താവിന്റെ ദാസിയോട് നന്ദി അറിയിച്ചുകൊണ്ട് ആമേൻ നിർത്തുന്നു. ആമേൻ. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ടിൻഡു സിസ്റ്ററെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഹല്ലേലൂയ കർത്താവിന്റെ വചനം വായിച്ചു